ഇത് ആ കാശി കാശി നീ എന്തിട്ട് കരയുന്നത്? എടാ ഞാൻ കുറേ മറച്ചൊക്കെ നോക്കി എൻ്റെ പേഴ്സണാലിറ്റി, പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് അർജുനോട് പറഞ്ഞ റൂം മാറാം. നീ ഞങ്ങളോടൊന്ന് മറച്ച് വെച്ച് തലമുണ്ട അടിച്ച് പൊട്ടിക്കുക ചെയ്യേണ്ടത്. നിനക്ക് ഞങ്ങളോട് എന്നും പറയും. ഇതിനാ മറച്ച് വെച്ചേ? ഞങ്ങൾക്ക് അതിനൊരു കുഴപ്പമില്ല. എന്ത് കുഴപ്പം? നീ ഞങ്ങളൊരു ബ്രദറായിട്ടാണ് കണ്ടത്, നമുക്ക് നന്നായിട്ട് വരാം. അതുപോലെ തന്നെ ഗേ ആണൊരു കുറ്റമല്ല ഇങ്ങനെ കുത്തിർന്ന് പോകാനായിട്ട്. അത് നിങ്ങളങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിടിച്ച് തിന്നൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത സ്ഥിതിക്ക് നാളെ കോളേജിൽ പോകണ്ടല്ലോ, കട്ട് ചെയ്യാം. നമുക്ക് കോളേജിൽ പോകാതിരിക്കുക ഓരോ കാരണം നോക്കി നിൽക്കാമല്ലേടാ. ഇങ്ങനത്തെ പഠിപ്പികളൊക്കെ ഉണ്ടോ? ഞാൻ പഠിപ്പിയല്ല. പിന്നെ നിനക്കെങ്ങനെയാണ് ഫുൾ മാർക്ക് കിട്ടണ എല്ലാ പരീക്ഷയ്ക്കും? അതൊക്കെ ജസ്റ്റ് വായിക്കുന്നുള്ളൂ. അതാണ് വായിച്ചിട്ട് തന്നെ. അപ്പോൾ പഠിക്കണ്ടല്ലോ. മൈരേ നിർത്ത്, ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്ത് പോരെ. നീ ക്ലാസ് കട്ട് ചെയ്തൊക്കെ എന്താന്ന് വെച്ചായിക്കോ, ഞാൻ എന്തായാലും കട്ട് ചെയ്യുന്നുണ്ട്. നിന്റെ പപ്പ പറഞ്ഞ പണിയാണോ? അറിയാം, എന്നിട്ടാണ് നീ അത് ചോദിച്ചത് അല്ലേ? കട്ട് ചെയ്യുന്നില്ല അല്ലേ? കോളേജ് ഞാൻ കട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ ഇന്നും കിടക്കാനുണ്ടാവത്തില്ല. നീ എങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോണേ? എനിക്ക് നല്ല സംശയമാണ് നിനക്ക് ഇതിലും കുട്ടി സെറ്റായോന്ന്. എന്തൊക്കെ സംശയിക്കാൻ ആണ് ജിമിനെ? എന്തേ, നിൻ്റെ ബ്രദറും സിസ്റ്ററൊന്നും അല്ലല്ലോ? പേടിക്കണ്ട, ഗർഭിണിയൊന്നും ആവത്തില്ല. അപ്പം നീ അതിനാണ് അവിടെ പട്ടി പോണേ? പിന്നെ എന്തിനാടാ ഒരു കാമുക അതിനെ ലൈനിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോവണേ? സംസാരിക്കാനാവൂലേ? പിന്നെ രാത്രി 9:30 സംസാരിക്കാൻ പോവല്ലേ? പിന്നെ എന്തിനാ ഫോണൊക്കെ? നീ എന്താ ഇത്ര പാവമായി പോയത് കാശി?